ക്രിസ്തുവിനെ കണ്ട പ്രമാണികൾ, ദ ലീഡേഴ്സ് ഹൂ സോ ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തു ജീവിച്ചിരുന്ന കാലത്ത് പല പ്രമാണികളും വന്ന് യേശുവിനെ കണ്ടു. അവരൊക്കെ അവർ നിൽക്കുന്ന ഫീൽഡിൽ പ്രമാണികളാണ്. എല്ലാത്തിലും അല്ല, അവർ നിൽക്കുന്ന ഫീൽഡ്. അത് മതി, എല്ലായിടത്തും പ്രമാണിയാവണ്ടല്ലോ. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് കാരാഗ്രഹ പ്രമാണി. കാരാഗ്രഹം നമുക്ക് പറയാൻ തടവ്, അത് പ്രിസണാണ്. അതിനും ഒരു പ്രമാണിയുണ്ട്. ആ കാരാഗ്രഹ പ്രമാണിയെക്കുറിച്ച് യേശുക്രിസ്തുവുമായിട്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവുമായിട്ട് നേരത്തെ ഉള്ളത് സക്കായി യേശുവുമായിട്ട് നേരിട്ട് കണ്ടു. ഇവിടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് ഇപ്പോൾ ഇതിനകത്ത് കാണുന്നത്. കാരാഗ്രഹ പ്രമാണി എങ്ങനെയാണ് ദൈവം തൊട്ടതെന്ന് നോക്കാം. ആ ഭാഗം വായിക്കാൻ പോവുകയാണ്. അതിന് അപ്പോസ്തല പ്രവൃത്തി 16:19 തൊട്ടുള്ള വാക്യമാണ്. എല്ലാം വായിക്കുന്നില്ല, കുറച്ച് മാത്രം. അതിലിങ്ങനെ, അവളുടെ യജമാനന്മാർ തങ്ങളുടെ ലാഭത്തിൻ്റെ ആശ പൊയ്പോയത് കണ്ടിട്ട് പൗലോസിനെയും ശീലാസിനെയും പിടിച്ച് ചന്തസ്ഥലത്ത് പ്രമാണിയുടെ അടുക്കലേക്ക് വലിച്ചു കൊണ്ടുപോയി അധിപതിമാരുടെ മുമ്പിൽ നിർത്തി, യഹൂദന്മാരായ ഈ മനുഷ്യൻ നമ്മുടെ പട്ടണത്തെ കലക്കി റോമക്കാരായ നമ്മുടെ അംഗീകാരത്തിനും റോമക്കാരെ നമുക്ക് അംഗീകരിപ്പാനും അനുസരിപ്പാനും ന്യായമല്ലാത്ത ആചാരങ്ങളെ പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ഒരു സ്ത്രീയെ പൗലോസിൻ്റെ പുറകെ ഇങ്ങനെ വരുന്നതെല്ലാം വിളിച്ചു പറഞ്ഞു. അപ്പം വെളിച്ചപ്പാടത്തികളെന്ന് പറയും. അവർ വരുന്നതെല്ലാം അവർക്ക് കുറേയൊക്കെ അധികാരങ്ങളും പവറും ഉണ്ട്. അവർക്കും ഫോർസ് ചെയ്യാൻ സാധിക്കും. പിശാചിന് അതിനും കുറച്ചൊക്കെ കഴിവുണ്ട്, എല്ലാം ഇല്ല. അന്ത്യതീരുമാനം യേശുവിൻ്റെ. അപ്പോൾ ഈ ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുന്ന പൗലോസിൻ്റെ പുറകെ ഈ സ്ത്രീയെ ഓരോ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പം കുറച്ച് കഴിഞ്ഞപ്പം ഈ സ്ത്രീ വിളിച്ചു പറയുന്നുണ്ട്, എനിക്കറിയാം, അതായത് പിശാചിനറിയാം, ഞങ്ങൾക്കറിയാം, നീ അറിയാം, ഈ മനുഷ്യൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ രക്ഷാമാർഗം നിങ്ങളോട് അറിയിപ്പാൻ വന്നിരിക്കുന്നു. ഈ പിശാച് പോലും ദൈവത്തിൻ്റെ മഹത്വം വിളിച്ചു പറയും. മനുഷ്യനാണല്ലോ ഉൾക്കൊള്ളാൻ വയ്യാത്തത്. പക്ഷേ ഇത് പറഞ്ഞപ്പം പൗലോസ് ശാസിക്കുന്ന ആ സ്ത്രീയിലുള്ള പിശാച് ഇറങ്ങിപ്പോയി. അതോടുകൂടി അവരുടെ വരുമാനം നിന്നപ്പം മനുഷ്യ സ്വന്തം വരുമാനം നിൽക്കുമ്പോൾ ഏത് തിന്മയ്ക്കും ഒരുങ്ങുന്നു. അത് സങ്കടമല്ലേ? നമ്മുടെ വരുമാനത്തിലൊന്ന് തൊടുമ്പോഴത്തേക്ക് നമുക്കങ്ങോട്ട് സഹിക്കാൻ വയ്യാത്ത ദേഷ്യമോ വാശിയോ ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവം അനുവദിച്ച വരുമാനം എൻ്റെ ഭവനത്തിൽ വരണം. ദൈവം നിയോഗിച്ചാണ് അത് ആർക്കും നിർത്താൻ. ദൈവം ചിലപ്പോൾ നിർത്തും. ആകാശത്തിൻ്റെ വാതിൽ അടയ്ക്കും. തൻ്റെ അതായത് ഇസ്രായേൽ ജനതയ്ക്ക് ഭക്ഷണമൊന്നും വഴിക്ക് വെച്ച് കൊണ്ടുവരാൻ പറഞ്ഞില്ല. ഹാഗാറിൻ്റെ കയ്യിൽ ഭക്ഷണം കൊടുത്തു വിട്ടില്ല. അതൊക്കെ ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. കാരണം ഹി വാണ്ട്സ് ടു ടെസ്റ്റ് ആൻഡ് സീ വെദർ ദേ ക്യാൻ ട്രസ്റ്റ് ദിസ് ഗോഡ്. അങ്ങനെയാണ് ദിനം പ്രതി മന്ന പൊഴിച്ചു കൊടുത്തത്. ആ മന്ന കിട്ടിയത് കൊണ്ട് അവർക്കത് ഇടിച്ച് പൊടിയാക്കി എന്ത് വേണേലും ചെയ്യാമായിരുന്നു. അപ്പം ദൈവം ദിനം പ്രതി തരുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ ഈ വലിച്ചു കെട്ടി നടക്കേണ്ട ആവശ്യമില്ല. അത് മനസ്സിലാക്കിക്കാൻ ചിലപ്പം ചെയ്യുന്നത്. പക്ഷേ മനുഷ്യ സ്വഭാവത്തിന് നമ്മുടെ വരുമാനത്തെ ആരും തൊട്ട് നമ്മളവർ വെച്ചേക്കത്തില്ല. ആ ഒരു പന്ന സ്വഭാവം അല്ലെങ്കിൽ മൃഗീയ സ്വഭാവം നമുക്കുണ്ട്. അത് മാറിപ്പോട്ടെ. പ്രധാന ദൈവത്തിൻ്റെ ആത്മാവിൽ ഇവരുടെ വരുമാനം നിന്നപ്പോൾ അതായത് പൗലോസിനെയും ശീലാസിനെയും കൊണ്ടുവന്ന് അധിപതികളുടെ മുമ്പിൽ നിർത്തി അവരെ കോൽ കൊണ്ട് അടിക്കാൻ പറഞ്ഞു വെച്ച് അവരെ ജയിലിലിടാൻ പറയുകയാണ്. അതാണ് ഈ ഭാഗത്തിൻ്റെ നട്ഷൽ. അങ്ങനെ പുരുഷാരെല്ലാം ബഹളം വെച്ച് ഇവരെ കൊണ്ടുപോയി പൗലോസിനെയും അതായത് ശീലാസിനെയും വിളിച്ചുകൊണ്ട് പോയിട്ട് അവരെ കൊണ്ട് തടവിലാക്കി. അവർ ഇങ്ങനെയുള്ള കൽപ്പന കിട്ടിയത്, അതായത് അവരെ വളരെ അടുപ്പിച്ച ശേഷം തടവിലാക്കി കാരാഗ്രഹ പ്രമാണിയോട് അവരെ സൂക്ഷ്മതയോട് സൂക്ഷിക്കുക. ഇത് വളരെ ഡേഞ്ചറസ് ആണെന്നാണ് പറയുന്നത്. കാരണം ദൈവത്തെ വിളിച്ചു പറയുന്ന വ്യക്തികളെ ഭയപ്പെടണം. പിശാചിനറിയാം. അതുകൊണ്ട് കാരാഗ്രഹ പ്രമാണി എന്ത് ചെയ്തു? കൊണ്ട് ഇങ്ങനെയുള്ള കൽപ്പന കിട്ടിയതിന് അവരെ അകത്തെ തളത്തിലാക്കി അവരുടെ ആമത്തിൽ പൂട്ടി. കാലേ കൂടെ ചെയിനിട്ട് പൂട്ടിയിരിച്ച് ആമത്തിലിട്ട് പൂട്ടി വെച്ച് അവരെ അവിടെ ഇട്ടിരിക്കുക. ദേഹത്തെല്ലാം അടിയും കൊണ്ട് കാലിപ്പോൾ ആമത്തിലുക. ഇവർക്ക് എന്തെങ്കിലും ചെയ്യാൻ നോക്കുക. പക്ഷെ ഇതൊന്നും അവരെ തൊടുന്നില്ല. കാരണം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. ദൈവത്തിനെന്തോ കാണിക്കേണ്ടിയപ്പോൾ ചിലപ്പം നമ്മൾ ഉദ്ദേശിക്കാത്ത ചില തീക്കൂടെ കയറിപ്പോകും. അതുകൊണ്ട് ആളുകൾ എന്ത് ചിന്തിക്കുന്നു, അവരെന്ത് പറയുന്നു ഒന്നും വിശ്വസിക്കേണ്ട. അതിലല്ല, നമ്മുടെ കണ്ണ് യേശുവിൽ തന്നെ നിൽക്കണം. അവിടെ തന്നെ മാറരുത്. കർത്താവേ, നിന്നെ തന്നെ നോക്കും, നിന്നെ തന്നെ നോക്കാനുള്ള കൃപ ഈ സമയത്ത് വേണം. അവിടെയാണ് നമ്മുടെ വിജയം വരുന്നത്. അവിടെ എന്ത് സംഭവിച്ചു? രാത്രിയിൽ അവർ പാട്ട് പാടാൻ തുടങ്ങി. അതുകൊണ്ട് അടുത്ത രാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു, ദൈവത്തെ പാടി സ്തുതിച്ചു.
തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗൃഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിൽ ഒക്കെയും തുറന്നുപോയി. എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. ഒരാടെയല്ല, 2 പേര് ദൈവത്തെ വിളിക്കാനുണ്ടായപ്പം അവരുടെ മേൽ പ്രവർത്തിച്ച പരിശുദ്ധാത്മാവ് അവരുടെ മേൽ തന്നെയല്ല, ആ കാരാഗൃഹത്തിലുള്ള എല്ലാവരുടെയും ചങ്ങല അഴിച്ചു കൊടുത്തു. എന്തൊരു പ്രതിഭാസമല്ലേ! ഒരുവൻ ക്രിസ്തുവിലായാൽ ആ വീട്ടിലെ സകലരെയും ദൈവം രക്ഷിക്കുമെന്ന്. ഇവരുടെ 2 പേരുടെയും കാല് മാത്രമുള്ള ചങ്ങല ദൈവത്തിന് പൊട്ടിച്ചു മാറ്റായിരുന്നു. പക്ഷെ പരിശുദ്ധാത്മ വന്നപ്പോൾ എല്ലാവരുടെയും കാലയിലെ ചങ്ങല പൊട്ടിച്ചു. അങ്ങനെ 2 പേരും നമുക്കറിയാവുന്നവരുണ്ടോ? അങ്ങനെയുള്ളവരെ നമ്മൾ അറിയുന്നുണ്ടോ? അങ്ങനെയുള്ള ഒരു പരിശുദ്ധാത്മാവിനെ നമ്മൾ കണ്ടിട്ടുണ്ടോ? ദൈവത്തിന് വളരെ ആഗ്രഹമാണ് ചങ്ങലകൾ. പലപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമ്പം കയ്യെ ചങ്ങല, ഈ അടുത്ത ദിവസം ഒരാൾക്ക് വേണ്ടി പ്രാവശ്യം നെഞ്ചത്തോട്ട് ഇങ്ങനെ വരിച്ച് കെട്ടി വെച്ചിരിക്കുകയാണ്. ഞാൻ പറയും, എന്താണ് ശ്വാസം എടുക്കാൻ വയ്യാത്ത പോലെ. അപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട്, ശ്വാസം എടുക്കാൻ? അത് പറയും, ശരിയാ, ശ്വാസം എടുക്കാൻ വയ്യാന്ന് പറയും. ഇപ്പോൾ ശ്വാസകോശത്തിനുള്ള പ്രശ്നമല്ലേ? ഈ കോവിഡ് വന്നേ പിന്നെ എല്ലാവർക്കും ശ്വാസകോശത്തിനുള്ള പ്രശ്നം. അറിയുന്നുണ്ടോ ഇത് കള്ളപ്പിശാചാണെന്ന്? നമ്മൾ പറയും കോവിഡിൻ്റെ ആണെന്നും പറഞ്ഞ് ഞാൻ പലയിടത്തും പ്രാർത്ഥിക്കാൻ പോയി. അവർക്കൊന്നും ഈ മെഡിസിനെക്കാട്ടി കൂടുതൽ ചിന്തിക്കാൻ അറിയാൻ വയ്യ. അപ്പോൾ ഞാൻ പറയാം, അവരോട് പ്രാർത്ഥിച്ചിട്ട് എനിക്കറിയാം, ആത്മാവിൽ പ്രാർത്ഥിച്ചിട്ട് പ്രയോജനം. ഞാൻ പ്രാർത്ഥിക്കാറ് ചെറുതായിട്ട് പ്രാർത്ഥിച്ചിട്ട് പോലും, കാരണം അവർക്ക് ഉൾക്കൊള്ളാൻ. കർത്താവ് പോലും പ്രാർത്ഥിച്ചിട്ട് ഉൾക്കൊള്ളാൻ വയ്യാത്തടത്ത് ഒരതിശയവും ചെയ്തില്ല എന്ന് പറയുന്നു. നമ്മളെല്ലായിടത്തും ചെയ്യാമെന്നൊന്നും വിചാരിക്കണ്ട. എന്നാൽ ചിലരിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുക. ആരെല്ലാം നമുക്കറിയത്തില്ല. നമ്മളെല്ലാവരും കാണുക ഒരുപോലെ. നമ്മൾ പ്രാർത്ഥിക്കുമ്പം ഈ ഹൃദയത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഈ ലങ്സിൽ, നമ്മുടെ ശ്വാസകോശത്തിന് കെട്ടിവെച്ചിരിക്കുന്ന ഈ കെട്ടുകൾ കർത്താവോട് പൊട്ടിച്ചങ്ങോട്ട് മാറ്റുമ്പം ശ്വാസം എടുക്കാൻ എന്തൊരു സ്വാതന്ത്ര്യം. അത് ഈ ശ്വാസകോശത്തിന് പ്രയാസമുള്ള പലർക്കും ഞാൻ കണ്ടിട്ടുണ്ട്. ആദ്യം അവരുടെ ധൈര്യം പോകും, പിന്നെ അവർ ഓക്സിജനിലാകും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവർ മടുത്ത് മരിച്ചു പോകുന്നു. അത് വളരെ ദുഃഖകരമായൊരു സത്യമാണ്. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. ആദ്യം തന്നെ ഇതിനെ അടിച്ചു മാറ്റാൻ ദൈവത്തിൻ്റെ ആത്മാവ്. അപ്പോൾ കാരാഗ്രഹിക്ക് എന്ത് സംഭവിച്ചു? എല്ലാവരുടെയും കയ്യിലെ ചങ്ങല മാറിപ്പോയി. കാരാഗ്രഹ പ്രമാണി ഉണർന്ന് കാരാഗ്രഹത്തിൻ്റെ വാതിൽ തുറന്നിരിക്കുന്നത് കണ്ടിട്ട് ചങ്ങലക്കാർ ഓടി പോയിക്കളഞ്ഞു എന്ന്. അതായത് എല്ലാ പ്രിസണേഴ്സിനും പോകാമായിരുന്നു, പക്ഷെ ആരും പോയില്ല എന്ന് ഊഹിച്ച് വാളൊരു തന്നെത്താൻ കൊല്ലുവാൻ ഭാവിച്ചു. അപ്പോൾ പൗലോസ്, നിനക്ക് ഒരു ദോഷവും ചെയ്യരുത്. ദൈവത്തിൻ്റെ ശബ്ദം, നീ ഒരു ദോഷവും ചെയ്യരുത്. ഇതൊക്കെ പിള്ളേരോടൊക്കെ ഈ സൂയിസൈഡിനും മുന്തത്തിനൊക്കെ പോകുന്നവരോട് ദൈവശബ്ദം ചെവിച്ചെന്ന് മാറ്റൊലിക്കൊല്ലുന്ന പോലെ ചെയ്യണം. ചില പിള്ളേർ പഠിക്കാൻ പോകത്തില്ല, അവരെ നിർബന്ധിച്ച് പഠിക്കാൻ വിടണ്ടെന്ന്. എല്ലാം പഠിച്ചിട്ട് എന്തെടുക്കാൻ? ആവശ്യമുള്ളത് ദൈവം പഠിപ്പിക്കാൻ അതിന് പറ്റിയൊരു ട്യൂട്ടറിനെ ദൈവം കാണിച്ചു തരും. പണ്ട് അമേരിക്കയിലൊക്കെ ഇപ്പോൾ ഹോം സ്കൂളിംഗ് ആണ്. സ്കൂളിലൊന്നും വിട്ട് പഠിപ്പിക്കുന്ന പോലും ഇല്ല. കഴിവുള്ളവർ പോട്ടെ, അല്ലാതെ കുട്ടിയുടെ ജീവിതം നശിപ്പിച്ച് കളയേണ്ട ആവശ്യമില്ല. സ്കൂളിൽ പോകട്ടെ എന്നും പറഞ്ഞുകൊണ്ട് പോയില്ലേ, വീട്ടിൽ ഇരുന്ന് പഠിപ്പിക്കാനുള്ള കൃപയൊക്കെ അറേഞ്ച്മെൻ്റ് എടുക്കണം. അവൻ വെളിച്ചം ചോദിച്ച് അകത്തേക്ക് ചാടി വിറച്ചുകൊണ്ട് പൗലോസിൻ്റെയും ശിലോസിൻ്റെയും മുമ്പിൽ വീണു. അപ്പോൾ ഇരുട്ടായിരുന്നു. ഇരുട്ടത്തും എല്ലാ വാതിലും തുറന്നു കിടക്കുന്നത് കാണുന്നു. എല്ലാം തുറന്നിട്ട് ആരും പോയിട്ടില്ലെന്ന് പൗലോസ് വിളിച്ചു പറയുന്നു. അതോടുകൂടി കാരാഗ്രഹ പ്രമാണിക്ക് ഭയം വന്നു. അവരെ പുറത്ത് കൊണ്ടുവന്ന് യജമാനന്മാരെ രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ട് ഇവിടെ സുവിശേഷമൊന്നും പറഞ്ഞില്ല. തന്നെ വിവേകം കിട്ടി. ഇത് തന്നെ ഞാനും പറയുന്നത്. പരിശുദ്ധാത്മാവ് വരുമ്പം പരിശുദ്ധാത്മാവ് ചെയ്യുമെന്ന് ഒത്തിരി ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട. രക്ഷ പ്രാപിപ്പം ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. കർത്താവ് യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് പറഞ്ഞു. പിന്നെ അവർ കർത്താവിൻ്റെ വചനം അവനോടും അത് കഴിഞ്ഞിട്ടാണ് അവനോട് വചനം അവൻ്റെ വീട്ടിലുള്ള എല്ലാവരോടും പ്രസംഗിച്ചു. അവൻ രാത്രിയിൽ ഈ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകളെ കഴുകി താനും തനിക്കുള്ള എല്ലാവരും താമസിയാതെ സ്നാനമേറ്റു. പിന്നെ അവരെ വീട്ടിലൊക്കെ കൈക്കൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുത്തു. ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടങ്ങം ആനന്ദിച്ചു. ആ ദൈവത്തിൽ വിശ്വസിച്ച് എല്ലാവരും രക്ഷ പ്രാപിച്ചു. ഒരു മുഖാന്തരം. ക്രിസ്തുവിനെ കാണുന്ന എല്ലാവർക്കും ഒന്നുകിൽ യേശുവിൻ്റെ മഹാശക്തി അറിയാൻ, അല്ലെങ്കിൽ മാറിപ്പോയവരുണ്ട്. ധനവാനായ ഒരു മനുഷ്യൻ വന്ന് യേശുവിൻ്റെ അടുക്ക ചോദിക്കുന്നു, ഞാൻ സ്വർഗരാജ്യത്തിന് എന്ത് ചെയ്യണം പ്രാപിക്കാൻ? കൽപ്പന അനുസരിക്കണം. കൽപ്പന അനുസരിക്കുക, അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ശരി, ഒരു കുഴപ്പമുണ്ട്. എന്തുവാ? നിനക്കുള്ള സമ്പത്ത് വിറ്റിട്ട് നീ വരാൻ വന്നിട്ട്. സമ്പത്ത് ഒത്തിരി ഉള്ളവനായതിനാൽ അവനത് വിൽക്കാൻ സാധിച്ചില്ല.
ദൈവരാജ്യം നഷ്ടപ്പെടുന്നു. അപ്പം സമ്പത്തിലായിരുന്നു അവൻ, സ്വത്തിനല്ല കുഴപ്പം, സമ്പത്തിലായിരുന്നു അവൻ്റെ ആശ്രയം. നമ്മുടെ ദൈവത്തിൽ ഉറച്ചു നിന്ന് ജീവിക്കാൻ പഠിക്കണം. കാരാഗ്രഹ പ്രമാണി പോലും ദൈവത്തിൻ്റെ അതിശയം കണ്ടപ്പോൾ, ദൈവത്തിൻ്റെ അതിശയത്തിന് മുമ്പിൽ ആരും നിൽക്കത്തില്ലെന്നേ, കർത്താവ് തന്നെ എഴുന്നള്ളി വേണം. അത് നമ്മുടെ മക്കളിൽ, നമ്മളിൽ, നമ്മുടെ പ്രവൃത്തി മണ്ഡലങ്ങളിൽ സംഭവിക്കും. ഞാനാ പറയുന്നത് യേശുവിൻ്റെ നാമത്തിൽ. 2026 ആ വർഷമായിട്ട് ഞാൻ ഡിക്ലെയർ ചെയ്യാണ് യേശുവിൻ നാമത്തിൽ. പ്രാപിച്ചെടുക്കും, എല്ലാവരും പ്രാപിച്ചെടുക്കും. കർത്താവ് നമുക്ക് വേണ്ടി കർത്താവ് ചെയ്തില്ലേ ആർക്കു വേണ്ടി ചെയ്യും. അങ്ങനെയുള്ള ഉറപ്പ് നമുക്ക് വേണം ദൈവത്തോട്. ആളുകൾ എന്തെങ്കിലും പറയട്ടെ, അവരുമായിട്ടല്ലല്ലോ. അവർക്ക് പലതും തോന്നും അവരുടെ സ്വഭാവത്തിനനുസരിച്ച്. ഒരു വ്യക്തി വേറൊരാൾ വ്യക്തിയെ കാണുന്ന അവനവൻ്റെ ഹൃദയത്തിലിരിക്കുന്ന നന്മയോ തിന്മയോ ആശ്രയിച്ചിരിക്കും. എന്നെ ദൈവം നന്മയായിട്ട് കാണുന്നത്, ഞാൻ മറ്റുള്ളവരെ നന്മയായിട്ട് കാണും. അല്ല, ദൈവത്തിന് മുമ്പ് ഞാൻ ദുഷ്ടയായിട്ട് നമ്മൾ തന്നെത്താനെ ഹൃദയത്തിൽ, മറ്റുള്ളവരെല്ലാം ദുഷ്ടരായിട്ട് തോന്നിക്കും. ഇത് പ്രതിഫലം, ഒരു റിഫ്ലക്ഷൻ ഓഫ് ഹൂ വി ആർ. അതാണ് നമ്മൾ മറ്റുള്ളവർ കാണുന്നതെന്ന് ഓർക്കണേ. മറ്റുള്ളവരുടെ കണ്ണിൽ വലിയ കോലെടുക്കാൻ പോകുന്നതിന് മുമ്പ് എൻ്റെ കണ്ണിലെ വലിയ കോലിരിക്കുന്ന എടുത്തു മാറ്റി വെച്ച് മറ്റവൻ്റെ കണ്ണിലെ കരട്, അത് ചെറുതാണ്, അവരുടെ എന്നെ വലിയ കോല് കാണുക, അതവിടെ ഇരിക്കട്ടെ, അവരുടെ കരട് അന്വേഷിച്ച് വെറുതെ അവരുടെ പുറകെ നടന്ന് സമയം കളയാതെ ദൈവത്തിലേക്ക് തിരിഞ്ഞു വന്ന് മാനസാന്തരപ്പെട്ട് ദൈവത്തിൽ വിശ്വസ്ത ദാസന്മാരാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, പല പ്രമാണികളും നിന്നെ കണ്ടതായിട്ട് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ഓരോ വ്യക്തി നിന്നെ കാണുമ്പോഴും അവരിലൊരു രൂപാന്തരമാണ്. എന്നാ ഉന്നത പദവി സൊസൈറ്റിയിലുണ്ടെങ്കിൽ എന്നാ ഗുണം? പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഒരു വിടുതലാണ്. അവിടെ ഈ കാരാഗ്രഹ പ്രമാണി വിചാരിച്ച് എല്ലാ തടവുകാരും രക്ഷപ്പെട്ടു പോയെന്ന്. അല്ല, പൗലോസിനെ ശീലാസിനെ മാത്രം കാലിലെ ചങ്ങല മാമം മാറ്റിയാൽ മതിയായിരുന്നു. പക്ഷെ എൻ്റെ കർത്താവ് വന്നപ്പോൾ എല്ലാവർക്കും വിമോചനം കൊടുത്തു. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം. മോശയെ കൊണ്ട് എത്രയോ ലക്ഷക്കണക്കിന് 20 ലക്ഷത്തോളം ആളുകളെ രക്ഷിച്ചു. എത്ര പേര് യഥാർത്ഥത്തിൽ ദൈവത്തെ അറിഞ്ഞുകൂടാ? അതുപോലെ തന്നെയാണ് നമ്മൾ ഒരു വീടിൻ്റെ അധികാരിയായിട്ട് അപ്പനും അമ്മയായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ തലമുറകളുടെ മേൽ നിൻ്റെ ആത്മാവ് വ്യാപരിച്ചേ പറ്റൂ. അത് സംഭവിക്കും. ഒരു സഭയുടെ അധ്യക്ഷൻ കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ ആ സഭയിൽ ആ വ്യത്യാസം ഉണ്ടായേ പറ്റൂ. അതുകൊണ്ടാണല്ലോ മുകളിൽ നിൽക്കുന്നവർ ഉയരും തോറും വീഴ്ചയ്ക്ക് ആഴം കൂടുന്നു. ജഡമെന്ന ശക്തിയിൽ കൂടാണ് പിശാച് പ്രവർത്തിക്കുന്നത്. പരിശുദ്ധാത്മാവ് വരുമ്പം ജഡമാണ് മരിക്കുന്നത്. പകരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇരുട്ടിനെ മാറ്റി വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന ദൈവപ്രകാശം കൊണ്ട് ഞങ്ങളെ നിറച്ചിരിക്കുന്നതിന് നന്ദി പറയുന്നു. അതാ നിൻ്റെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറച്ചതിന് നന്ദി. തലമുറകളിലേക്ക് നിൻ്റെ ആത്മാവ് പകരട്ടെ. ഈ സമയത്ത് ഒരാൾ മൂലം ബാക്കിയുള്ള ജയിലറയിലുള്ള എല്ലാവരെയും രക്ഷപ്പെടുത്താൻ സാധിച്ചുവെങ്കിൽ, നമ്മൾ ഒരാൾ പ്രാർത്ഥിച്ചാൽ അനേക മക്കൾക്ക് വെളിച്ചം വരുമെന്ന് സംശയമില്ല. അങ്ങനെ സംഭവിക്കട്ടെ. അപ്പച്ച, ദൈവത്തെ കാണാൻ, ക്രിസ്തുവിനെ കാണാനുള്ള ആഗ്രഹം ഇട്ട് കൊടുക്കുക. പല പ്രമാണികൾ കണ്ടെങ്കിൽ കുറേ പേർക്കൊക്കെ അനുഗ്രഹം, കുറച്ച് പേർക്ക് പ്രയോജനം ഇല്ലാതായി. എന്നായി ഞാൻ പ്രാർത്ഥിക്കുന്നു, നിന്നെ കാണാൻ വരുന്നവരെല്ലാം നിന്നിലൊരു വ്യത്യാസമുള്ളവരാക്കി തീർക്കാൻ നല്ല ഹൃദയത്തെ ഇട്ട് കൊടുക്കണമേ. പരിശുദ്ധാത്മാവ് ചെയ്താട്ടെ. പ്രാർത്ഥന കേട്ട് ഉത്തരം തരുന്ന ദൈവത്തിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.